ഈശോയിൽ സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, യോഹന്നാന്റെ സുവിശേഷം 3:16 തന്നിൽ വിശ്വസിക്കുന്ന ഒരുവൻ പോലും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. പ്രിയമുള്ളവരെ, ഇവിടെ വചനം പറയുകയാണ്, ദൈവത്തിൽ വിശ്വസിക്കുന്നവർ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി പുത്രനെ ലോകത്തിലേക്ക് അയച്ചു. അപ്പോൾ ദൈവത്തെ വിശ്വസിക്കാത്തവർ നശിച്ചു പോകുമെന്നാണ് ഈ വചനത്തിലൂടെ സ്ഥിരീകരിക്കപ്പെടുന്നത്. അതായത് ഈശോയെ ലോകത്തിലേക്ക് അയച്ചത് മനുഷ്യർക്ക് നിത്യജീവൻ നൽകാൻ വേണ്ടിയാണ്. അപ്പോൾ യേശുവിൽ വിശ്വസിക്കുന്നവർക്കാണ് നിത്യജീവൻ ഉണ്ടാകുന്നത്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 1:12 പറയുന്നത്, തന്നിൽ വിശ്വസിച്ചവർക്കെല്ലാം, തന്നെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ വരം നൽകി. പ്രിയമുള്ളവരെ, ഈശോയെ സ്വീകരിക്കുന്നവർക്കാണ് നിത്യജീവനുള്ളത്. ഈശോ പറഞ്ഞ വചനങ്ങൾ അനുസരിക്കുന്നവർക്ക്, അതായത് മാമോദിസ സ്വീകരിക്കണം, ഈശോയുടെ ശരീരവും രക്തം ഭക്ഷിക്കണം, അവർക്കാണ് നിത്യജീവനുള്ളത്. അല്ലാത്തവരെ സംബന്ധിച്ച് ദൈവം നിത്യജീവൻ നൽകാമെന്ന് പറയുന്നില്ല. അപ്പോൾ ഈ സദ്വാർത്ത, അതായത് ദൈവം പുത്രനെ ലോകത്തിലേക്ക് അയച്ച് ഒരുവൻ പോലും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ്, ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഈ സ്നേഹം നമ്മൾ മറ്റുള്ളവരെ പ്രഘോഷിക്കാൻ വേണ്ടിയാണ് ദൈവം നമ്മളെ ഓരോരുത്തരെയും പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നത്. അതായത് ഒരുവൻ പോലും നശിച്ചു പോകാതെ. ഒത്തിരി മനുഷ്യരുണ്ട് ലോകത്തിൽ, പക്ഷെ ദൈവമക്കൾ എന്ന് പറയുന്നത് ദൈവത്തെ സ്വീകരിക്കുന്നവർക്കാണ്, ഈശോയിൽ വിശ്വസിക്കുന്നവർക്കാണ്, ഈശോയുടെ വചനം അനുസരിക്കുന്നവർക്കാണ്. ഈ സദ്വാർത്ത നമ്മൾ മറ്റുള്ളവരോട് പ്രഘോഷിക്കേണ്ടിയിരിക്കുന്നു. അതായത് ഒരുവൻ പോലും നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി. പ്രിയമുള്ളവരെ, ഇന്ന ദിവസം നമ്മൾ കാണുന്ന വ്യക്തികളോട്, ഈശോയെ അറിയാത്ത വ്യക്തികളോട് ഈശോയുടെ സ്നേഹത്തെക്കുറിച്ച്, നിത്യതയെക്കുറിച്ച് പറയാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ നാമത്തിൻ്റെ സംരക്ഷണം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. എല്ലാ അപകടങ്ങളിൽ നിന്നും, രോഗങ്ങളിൽ നിന്നും, സാധാരണ എല്ലാ കണികളിലും നമ്മൾ ഓരോരുത്തരെയും ദൈവം സംരക്ഷിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ നമ്മുടെ ഹൃദയത്തിൽ നമ്മളെ തന്നെ സമർപ്പിക്കാം. സകല വിശുദ്ധരുടെയും മാധ്യസ്ഥം നമുക്ക് അപേക്ഷിക്കാം. സകല മാലാഖമാരും നമുക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കട്ടെ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.